വയനാട് മുണ്ടക്കയിൽ ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞ തോട്ടം തൊഴിലാളികൾ അടക്കമുള്ള 290ഓളം പേരുടെ വിയോഗത്തിൽ വണ്ടിപ്പെരിയാർ മൂങ്കിലാർ ഹാരിസൺ മലയാളം പ്ലാന്റേഷനിലെ തൊഴിലാളികൾ ഒരു ദിനം ജോലി മുടക്കി അനുശോചിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രസന്റഡ് ബൈ സാന്റാ മോണിക്ക സ്റ്റഡി അബ്രോഡ്. പഠിക്കാമിനി അതിരുകളില്ലാതെ. വയനാട് മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ട 290ഓളം പേരിൽ വയനാട് ചൂരൽമല, മുണ്ടക്കൈ എന്നിവിടങ്ങളിൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ വക എസ്റ്റേറ്റ് തൊഴിലാളികളും ഉണ്ടായിരുന്നു. പ്രകൃതി ദുരന്തം കവർന്ന മറ്റ് ജീവനുകൾക്കൊപ്പം ഒരേ മേഖലയിൽ ജോലി ചെയ്തു വന്നിരുന്ന തങ്ങളുടെ സഹപ്രവർത്തകർക്ക് കൂടിയാണ് വണ്ടിപ്പെരിയാർ മൂങ്കിലാർ ഹാരിസൺ മലയാളം പ്ലാന്റേഷനിലെ തൊഴിലാളികൾ ഒരു ദിനം ഇവരുടെ തൊഴിൽ മുടക്കി ആത്മാക്കൾക്ക് നിത്യശാന്തി നേരുന്നതിനായി അനുശോചനം നടത്തിയത്. മൂങ്കിലാർ 2ാം ഡിവിഷനിൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച കരിങ്കൊടി ഏന്തിയ മൗനജാഥയോടുകൂടിയാണ് അനുശോചന യോഗം സംഘടിപ്പിച്ചത്. മൗനജാഥ 1ാം ഡിവിഷനിൽ സമാപിച്ചതോടെ അനുശോചന യോഗം ആരംഭിച്ചു. PTT യൂണിയൻ ജനറൽ സെക്രട്ടറി M. തങ്കതുരൈ, പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് തുടങ്ങിയവർ ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞവർക്കായി അനുശോചനം അറിയിച്ച് സംസാരിച്ചു. എല്ലാം ഇന്ന് കഠിനമായ വനപ്രദേശവും കഠിനമായ മുറിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കக்கூடிய സന്ദർഭത്തിലും മക്കളെ காப்பாற்றுவதற்கான வேலைகளில் கேரள மாநிலத்தில் இருக்கக்கூடிய மாநில அரசும் மத்திய அரசினுடைய பட்டாளம் உள்பட எல்லா நிர்வாகத்தையும் உபயோகப்படுத்தி சிறப்பான முறையில் நிவாரணப் பணிகள் நடைபெறும். அதனுடைய பாகமாய் ஏதாண்டு கிட்டத்தட்ட 1800க்கும் அதிகமான மக்களை காப்பாற்றுவதற்கு இந்த காலயளவில் நாம் நடத்தப்படக்கூடிய நிவாரணப் பணிகள் வழி முடிந்திருக்கிறோம். കുറ്റം അതുപോലെ ഉറവിനர்களെല്ലാം നഷ്ടപ്പെട്ട് അതിദാരുണമായ ദുരന്തത്തിൽ കേരളത്തിലെ ജനങ്ങൾ ആകമാനം ദുഃഖം രേഖപ്പെടുത്തുകയും വേദന രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് മൂങ്കിലാറ്റിലെ തൊഴിലാളി സുഹൃത്തുക്കളുടെ നേതൃത്വത്തിൽ ഇതുപോലെ ഒരു അനുശോചന മൗന റാലിയും അനുശോചന യോഗവും നടക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലെ ആ ദുരന്തത്തിൻ്റെ വേദനയിൽ നിന്നും ആരും വിട്ടുമാറിയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വാർഡ് മെമ്പർ ശിവൻകുട്ടി, PTT യൂണിയൻ ഭാരവാഹി R. രാംരാജ്, ജോൺസൺ എന്നിവർ തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് അനുശോചനം അറിയിച്ച് സംസാരിച്ചു. ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞ സഹപ്രവർത്തകരുടെ ആത്മശാന്തിക്കായി തൊഴിലാളികൾ നിമിഷങ്ങളോളം പ്രാർത്ഥന നിരതരായി. ഇടുക്കി ലൈവ് ന്യൂസ്, വണ്ടിപ്പെരിയാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്